വെളിയിലറിയുന്ന മോശമായ പ്രവണതകൾ സംഘടനയ്ക്കകത്ത് കാണുമ്പോൾ അത് തിരുത്താനാണ് നമ്മളൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ എടുക്കുന്നത്. അവർ തമ്മിൽ അടിയായാൽ പിന്നെ എവിടെ വെള്ളം നടക്കും? ഇപ്പോൾ ഉള്ള കമ്മിറ്റിയിൽ അമ്മ സാറ്റിസ്ഫൈഡ് ആണോ അമ്മയിലെ? നോ നോട്ട് അറ്റ് ഓൾ. പക്ഷെ മോഹൻലാലും ഈ പറയുന്നതിൻ്റെ ഒരുപാട് അങ്ങ് ഒതുങ്ങി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം മധുസാറ് തൊട്ടിരുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ. ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ഇവൻ്റെ ആൾ, ഇവൻ അവൻ്റെ ആൾ, അവർക്ക് കൊടുക്കരുത് ഇവർക്ക് കൊടുക്കരുത്, മറ്റേത് മറിച്ചത് എന്ന് വേണ്ട. 150% എനിക്ക് സങ്കടമുണ്ട്. കാരണം അതിനല്ല ഞങ്ങളൊക്കെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തത്. ഞാനൊക്കെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇവരൊന്നും ഇതിനകത്തൊന്നും വന്ന് കണ്ടിട്ട് പോലും ഇല്ല, അറിയാനും വയ്യായിരുന്നു. ശ്വേതയ്ക്ക് പോലും ഒരുപാട് ബാരിയേഴ്സ് ഉള്ളതിനകത്ത് ആരെ ഫേവർ ചെയ്യാതെ നിങ്ങൾ കാണിക്കുന്ന തെറ്റാണ്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി ഇത് ഈ അടച്ചിട്ട മുറിയിലാണ് സംസാരിക്കുക. എന്തിനാണ് അവിടെ ഈ ക്യാമറ വെച്ചിരിക്കുന്നത്? കാണാത്തൊരു സംഭവത്തിൽ ഒരു കാര്യം കൊണ്ട് എനിക്ക് മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല. എനിക്ക് ഈ അന്ന് ഈ കാലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അയ്യോ, അപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് അഭിനയിക്കാൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് മറക്കാനാകാത്തൊരു സംഭവം, എനിക്ക് തന്ന അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് മമ്മൂട്ടി അത് വാങ്ങിയില്ല. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഇപ്പം ഈ 71 വയസ്സായ ഞാൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് പറയുന്നത്, ഞങ്ങളെപ്പോലുള്ളവരെയൊക്കെ ചുമ്മാ അങ്ങ് തെറി വിളിക്കുക, മോശം ഭാഷയിൽ സംസാരിക്കുക, ഇതെന്താണ് ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്നത്? അത് ഞാൻ പറയട്ടെ, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ അതാണ്, ഒരാൾ ചെയ്താൽ ഭയങ്കര തെറ്റ്, അതേ തെറ്റ് വേറൊരുത്തൻ ചെയ്യുമ്പോൾ അത് ന്യായം. ആ ഒരു രീതിയോടാണ് എന്നെ പോലെയുള്ള സാധാരണക്കാർക്ക് സങ്കടവും ദേഷ്യവും ഒക്കെ പറയാനുള്ളത്. ഏതായാലും ഈ ഒരു വകുപ്പ് സന്തോഷം തോന്നി കാണുമ്പോൾ നമുക്കൊക്കെ എന്താണ് അതുകൊണ്ട് കിട്ടുന്ന പ്രയോജനം എന്നുള്ളത് ഞാൻ പഠിച്ചോട്ടെ, ഇല്ല മാറ്റങ്ങൾ വരട്ടെ. അതെ, അതാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പിന്നെ എനിക്ക് ഒരു ധൈര്യം എന്ന് പറയാനായിട്ട് എനിക്കൊരു സഹോദരനുണ്ട്, അമേരിക്കയിലാണ്, ഡോക്ടർ എം വി പിള്ള. എൻ്റെ 2 ചേച്ചിമാരുണ്ട്, ഒരാൾ ട്രിവാൻഡ്രത്തുണ്ട്, ഒരാൾ ഇവിടെ എറണാകുളത്തുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ മക്കളടുത്തില്ലെങ്കിലും ഒരാവശ്യത്തിന് വിളിച്ചാൽ എറണാകുളത്തിലും തിരുവനന്തപുരം ആണെങ്കിലും 15 മിനിറ്റ് കൊണ്ട് ആൾക്കാർ ഓടി എത്തും. അപ്പോൾ ചേട്ടനാണെങ്കിൽ ഇപ്പോൾ കുറച്ച് കൂടുതൽ സമയം നാട്ടിൽ നിൽക്കുന്നുണ്ട്, 5-6 മാസം കാണും. ഇപ്പോഴും പോയി, ഇനി പക്ഷേ ഉടനെ അദ്ദേഹം വരും. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ബലം. അപ്പം ഞാനിപ്പോൾ പറയും, ഇനിയിപ്പോൾ പോകണ്ട അമേരിക്കയിലെന്നൊക്കെ പറയുക, എൻ്റെ മക്കളൊക്കെ എവിടെയാണ് എന്നൊക്കെ പറഞ്ഞതിൻ്റെ വിട്ട് നമ്മളെ പോലുള്ളവർക്ക് അപ്പോൾ ഒരു പുതിയ വകുപ്പ് വരുന്നു, ഓൾഡ് ഏജുകാർക്കൊരു പ്രൊട്ടക്ഷൻ എന്നൊക്കെ ഉള്ളതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നൊക്കെ ഒന്ന് ഞാൻ അദ്ദേഹം പറയുമ്പോൾ അത് കേട്ട് മനസ്സിലാക്കാനിരിക്കണം. അതൊരു നല്ല കാര്യമാണ്. കാരണം ഇപ്പം തന്നെ ഒരുപാട് ഈ റിട്ടയർമെൻറ്റ് ഹോംസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരുടെ വിചാരം അനാഥമന്ദിരം പോലെ കൊണ്ടുവിടുന്നതാണല്ല. എല്ലാ സാമ്പത്തിക ചുറ്റുപാടുമുള്ള സുഖമായിട്ട് അങ്ങനെയുള്ള മക്കൾ തന്നെ അവരുടെ അമ്മമാരുടെയൊക്കെ ആവശ്യപ്രകാരം, കാരണം അവർക്ക് നേരം പോകും, വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും കൂടെ സിനിമ കാണുന്നു, പാട്ട് പാടുന്നു, ചീട്ട് കളിക്കുന്നു, മക്കളിലുണ്ടല്ലോ അമേരിക്ക, ഇതൊന്നും ഇവിടെ ഫീൽ ചെയ്യത്തില്ല. നമുക്ക് വേണമെങ്കിൽ പേഴ്സണലായിട്ട് നമുക്കൊരു കെയർടേക്കർ, ഒരു അറ്റൻഡറെയോ ഒരു അസിസ്റ്റന്റിനെയോ ഒക്കെ കൂടെ നിർത്താം. അപ്പം അവിടെ നിന്ന് പോയി താമസിച്ചാലുള്ള കഷ്ടം, ആ തള്ളയെ കൊണ്ട് അവിടെ വിട്ടു. അല്ലല്ല, അവിടെ അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ കിടക്കുന്ന മക്കൾ ജോലി ചെയ്യുന്നതൊന്നും ഇവിടുത്തെ പോലൊന്നും കൊടിയും പിടിച്ചിട്ടൊന്നും അവിടെ നിന്ന് നടക്കത്തില്ല, അറിയാമല്ലോ. അപ്പോൾ അവിടെ അധ്വാനിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് രാത്രി വരുമ്പോഴത്തെ അമ്മ ഉറങ്ങി, അമ്മയായിട്ട് അവർക്കും ബോറടിക്കും. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അമേരിക്കയിൽ പോയി എൻ്റെ ചേട്ടൻ പൊന്നു പോലെ നോക്കിയെങ്കിലും, അതേ മോളെ, അതേ എൻ്റെ ചേട്ടനെ മണി എന്നാണ് വിളിക്കുന്നത്, അങ്ങ് പോവും പാവം ഹോസ്പിറ്റലിൽ. വൈകുന്നേരം ആവും വരാൻ. പിന്നെ ചേച്ചിക്കും അതെ, ചേച്ചി ആ ചേട്ടനൊരു പ്രത്യേക ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ കുറച്ച് അപ്പോയിൻമെൻറ്റ്സും ഒക്കെ ചേച്ചി കൂടെ ഒന്ന് സഹായിക്കും. അപ്പോൾ എല്ലാം എടുത്ത് വെച്ച് കഴിക്കാനുള്ളതൊക്കെ വെച്ചു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ചിരി. അങ്ങനെ ഇത് 3 ദിവസം കൂടുമ്പോൾ ഏതോ ഒരു മോശം ഞങ്ങളുടെയൊക്കെ തുണി. അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ജീവിത രീതി, നാട്ടുമ്പുറത്തു നിന്നൊക്കെ വരുന്ന നമ്മളെപ്പോലൊക്കെ ഉള്ളവർക്ക് അതൊരു പുതുമയായിരിക്കും. അപ്പോൾ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ പകൽ മുഴുവൻ വർത്താനം പറഞ്ഞിരിക്കുക. അപ്പോൾ കുറേ കഴിയുമ്പോൾ ഇല്ല നടക്കാൻ പോകുന്നതും വൈകുന്നേരം കൂട്ടുകാരെ കാണുന്നതും, മനസ്സിലായില്ലേ? അപ്പോൾ എൻ്റെ അമ്മയാണേലും അതെ, വലിയ ഹരിപ്പാടെന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ശ്രീ രമേശ് ചെന്നിത്തല അവറുകളുടെ നാടാണ് ഞങ്ങളുടെ നാട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രവും മണ്ണാർശാലത്തൊക്കെ വെച്ച് പ്രസിദ്ധമായ കുറേ 3-4 അമ്പലങ്ങളുണ്ട്. കാലത്തും തൊഴാൻ പോവും, വൈകിട്ടും തൊഴാൻ പോവും, പോകുന്ന വഴി അപ്പുറം ഇപ്പുറം കാണുന്ന വീട്ടിലൊക്കെ സംസാരിച്ച് ഒരു പ്രായം കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മക്കളെ എവിടെയൊക്കെ വിളിക്കുന്നു,
അമ്മ വരുന്നുണ്ടോ അങ്ങോട്ട്? ഇങ്ങോട്ട് പോകുന്നു ഞങ്ങൾ, അവിടെ പോകുന്നു ഞങ്ങൾ, തായ്ലാൻഡിൽ പോകുന്നു. ഞാൻ അയ്യോ, അച്ഛൻ്റെ കൂടെ ഒരുവിധപ്പെട്ടിടത്തൊക്കെ പോയി. ഞാൻ ഷൂട്ടിങ്ങിനും അല്ലാതെയും പോയിട്ടുണ്ട്. ഇപ്പം എനിക്ക് യാത്ര എന്ന് പറഞ്ഞാൽ സത്യം പറയാം, ഇപ്പം കൊച്ചു പിള്ളേർക്ക് എന്ന് പറഞ്ഞാൽ അവർക്കൊരു ഉത്സാഹം. അയ്യോ ദുബായിലൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എടുത്ത് ചാടി പോവും. ഒരു 10 പരിപാടിക്ക് വിളിക്കുമ്പോൾ ഞാൻ ഒരെണ്ണത്തിലാണ് പോകുന്നത്. കാരണം എന്നെക്കൊണ്ട് ഈ 3 മണിക്കൂർ ഫ്ലൈറ്റിലിരുന്ന് അവിടെ ചെന്ന് രാത്രിയിൽ പരിപാടി, നമ്മുടെ സമയം കൂടെ ഒരു 1.5 മണിക്കൂർ വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇങ്ങോട്ട്, അതൊക്കെ ആ ഒരു ഒരു അതൊക്കെ കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അയ്യോ ദുബായ്, അതൊക്കെ ഒരു പ്രായം. ഞാനിപ്പം അഹിറോട് പറഞ്ഞതാണ്. പിന്നെ ഈ മുള പേരെന്താ പറഞ്ഞത്? ഹാജറ. ഹാജിറ. ഹാജിറയ്ക്കും തോന്നും അത് ചെറുപ്രായത്തിൽ അതെല്ലാം ഒരു രസമാണ്. അത് ഈ പ്രായത്തിൻ്റെ കൊണ്ടാണ് ഞാനും ചെറുപ്പത്തിൽ അയ്യോ അവിടെ പോവാം ഇവിടെ പോവാം അത് കാണാം ഇത് കാണാം പോവാം അമേരിക്കയിൽ പോകണം ദുബായി പോകണം. അത് കഴിയുമ്പോൾ പിന്നെ കുറേ കണ്ടു കഴിയുമ്പോൾ എന്തോ ഇരിക്കുന്നത് കാണാം, ഇതല്ലേ വേറെ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ തോന്നും. അതുകൊണ്ടൊക്കെയാണ് ഞങ്ങളൊക്കെ പറയുന്നത് വയസ്സായവർക്ക് വേണ്ടിയുള്ള ഒരു വകുപ്പ്. അത് എന്തായാലും മുഖ്യമന്ത്രി ചെയ്തത് നല്ല അതെ, കാര്യമാണ്. തീർച്ചയായും. പക്ഷേ ഒരപേക്ഷയേ ഉള്ളൂ, ഈ വകുപ്പിൻ്റെയൊക്കെ ചുമതല കൊടുക്കുന്നവർക്കും കൂടെ ഈ വിചാരവും ഈ സ്നേഹവും ഉണ്ടാവണം എന്നൊരു പ്രാർത്ഥന. ഉണ്ടാവട്ടെ. അല്ലെ, അതെ. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവിടെയും പിന്നെ പാർട്ടിക്കാർ അതെ ഇത് നിങ്ങൾ എന്ത് പാർട്ടിയാ? ഉം. ഓ നിങ്ങൾ കോൺഗ്രസ് അല്ലേ? ആ എന്നാ പിന്നെ 70 88 തരത്തില്ലെന്ന് പറഞ്ഞാൽ പോയി അത് അവിടെ വരും. അത് ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഉം. ഇങ്ങനെയുള്ള വകുപ്പുകൾക്ക്. അതേപോലെ തന്നെ ഞാൻ എപ്പോഴും പറയും സാഹിത്യം, കല, സാംസ്കാരികം ഇതിനൊന്നും പാർട്ടി വന്നാൽ ശരിയാവത്തില്ല. അതിനെല്ലാവരും കണ്ടുപിടിക്കേണ്ട ഒരാളാണ് ശ്രീ കെ കരുണാകരൻ. അന്ന് ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായ സുകുമാരൻ എന്ന് പറഞ്ഞ വ്യക്തിയെ കൂടി ഭയങ്കര ബഹളമായിരുന്നു. ഉം. അന്ന് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. ഇത് ഒരു സിനിമാ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ ആഗ്രഹത്തിൽ തുടങ്ങിയ ഒരു സംഭവമാണ് ചിത്രാഞ്ജലി. ഉം. അവിടെ വന്ന് നിങ്ങൾ ഇതിനകത്ത് പാർട്ടിയും കാര്യങ്ങളും ഒക്കെ കലർത്തി നമ്മുടെ പാർട്ടിക്കാർക്ക് മാത്രമാവും പിന്നെ അങ്ങോട്ട് ഉം. അതെ, കൂടുതൽ അതെ. പ്രവേശനം, ഉം. കൂടുതൽ ആനുകൂല്യങ്ങൾ ഇവർക്ക് കൊടുക്കണം, അവർക്ക് കൊടുക്കണ്ട, അവർക്ക് ആ തിയേറ്റർ കൂടെയൊക്കെ വരും. ഉം. അപ്പോൾ അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായിട്ട് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ഒരാൾക്ക് വേണം എന്ന് പറഞ്ഞന്ന് അദ്ദേഹം സകല ചീത്തയും കേട്ടോണ്ടാ പാവം എൻ്റെ സുഹൃത്തിനെ ചെയർമാനാക്കിയത്. ആ ഒരു വിൽ പവർ ഒന്നും ഇന്നത്തെ കാലത്തിൽ പാർട്ടിയെ പേടിച്ച് തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. ചിലപ്പോൾ പാർട്ടിയിൽ നിന്ന് ചോദ്യങ്ങൾ വരും, അതങ്ങനെ കൊടുത്തു അയാൾ മറ്റേ SFI ആയിരുന്നല്ലോ എന്ന് പറയുമോ എന്ന് ചെയ്യാം. പക്ഷേ ഞാൻ ഇപ്പോഴും പറയുന്നത് അങ്ങനെയാണ് കൂടുതൽ സംഭവങ്ങൾ നടക്കേണ്ട പല സ്ഥാപനങ്ങളും നിശബ്ദമായി പോകുന്നത്. ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ ഇവിടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇന്ന് അവിടെ കിടന്ന് ഈ കഴുത്തത്ത് കെട്ടി തൂക്കിയിട്ടുണ്ട് കുറേ പേര് നടക്കുന്നുണ്ടല്ലോ. എത്ര പേർക്കറിയാം ഇതിവിടെ കൊണ്ടുവന്നത് സുഖേട്ടനാണെന്നുള്ളത്? ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ആദ്യത്തെ ഫിലിം ഫെസ്റ്റിവൽ ജയകുമാർ സാറും അന്ന് അദ്ദേഹം MD ആണ് സുഖേട്ടനും കൂടെ പ്ലാൻ ചെയ്ത് കൊണ്ടുവന്ന്. ഓ. അപ്പോൾ ജയാ ബച്ചൻ വരുന്നു, മണിരത്നം സാർ വരുന്നു, അമിതാഭ് ബച്ചൻ വരുന്നു. അങ്ങനെ അന്ന് കരുണാകരൻ സാർ ഫുൾ സപ്പോർട്ടായിരുന്നു. നന്നായി. കാരണം ഇപ്പോഴാണ് KSFDC ഒരു കുറച്ച്. ഉം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു നന്മയെക്കുറിച്ച് ബോധം വേണം. അല്ലാതെ ഇതിനകത്ത് എത്ര കോൺഗ്രസ് ഉണ്ട്, എത്ര കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, എത്ര BJP ഉണ്ടെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നാലൊന്നും ആ കാര്യമില്ല. സ്ഥാപനം വളരത്തില്ല. അതാണ് പറയേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞത് അതിനകത്ത് നമുക്ക് ഒരു പാർട്ടിയോ ഒരു ജാതിമത ഭേദമന്യേ ഉം. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നല്ല സ്ഥാപനങ്ങൾ നന്നായിട്ട് കൊണ്ടുപോകാനായിട്ട് താല്പര്യവും അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവും വേണം. എന്തെങ്കിലും ഒരു മൈക്ക് കിട്ടി ഒരു 10 പേര് മുമ്പ് നിൽക്കുമ്പം കണകുണകുണാന്ന് വല്ലതൊക്കെ പറഞ്ഞിട്ട് കാര്യവുമില്ല. കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരാളിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അറിയാം എന്തുമാത്രം അതിനെക്കുറിച്ച് വിവരമുണ്ട്. നമുക്കാരും പറഞ്ഞു തരണ്ട, മലയാളമല്ലേ കേൾക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ചില ആഗ്രഹങ്ങൾ പുതിയ മന്ത്രിസഭയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഞങ്ങൾ ഞാൻ ബഹുമാനിക്കുന്ന ഒട്ടനവധി പേര് അതിനകത്തുണ്ട്. അതെ, അതെ. അതുപോലെ എനിക്ക് എടുത്തു പറയേണ്ട പേരാണ് ബിന്ദു കൃഷ്ണ. ഉം. ഇത് കേട്ടതൊന്നും ബിന്ദു കൃഷ്ണ മറ്റേ വലിയ അതല്ല. ഞാൻ ഈ അടുത്ത കാലത്ത് ബിന്ദു കൃഷ്ണ ഇരുത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു, കുറേ കാലമായാലും എൻ്റെ പൊന്നു ബിന്ദു ഏത് പ്രതിഷേധ ജാഥ നടന്നാലും ബിന്ദു മുമ്പിലുണ്ട്. മറ്റേ മുദ്രാവാക്യമൊക്കെ വിളിച്ച് എന്ത് കോൺഗ്രസിൻ്റെ ഒരു അല്ലാതുള്ള ഒരു പ്രകടനം വന്നാലും ബിന്ദു കൃഷ്ണ മുമ്പിൽ. അപ്പം ഞാൻ എല്ലാവരും ഉണ്ട്, ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരും മീഡിയ അടക്കം മുമ്പിലിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ ബിന്ദു കൃഷ്ണ കുറച്ച് കാലമായിട്ട് ഞാൻ കാണുന്നത് എപ്പോഴും സമരത്തിൻ്റെ മുൻനിരയിലാണ്. ഇതേ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും വരുമ്പോൾ ആർക്കെങ്കിലും ഒരു സന്മനസ് ഉണ്ടെങ്കിൽ ബിന്ദുവിനെ അറിയപ്പെടുന്ന ഒരു സ്ഥാനം തരണം. കൊടുക്കണം. അല്ലാതെ ഇപ്പം നമ്മൾ ഈ ഒരു നേതാവ്, നമ്മൾ ബഹുമാനിക്കുന്ന ഒരു നേതാവ് സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തോളിട്ട് ഇടിച്ച് തല കാണിച്ച് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുക, അങ്ങനത്തെ വലിയ നേതാക്കന്മാരും ഉണ്ട്. അവരെ ആ മീറ്റിങ്ങിൽ കാണും, പിന്നീട് ഒരു കാര്യമാത്ര
ശക്തമായ ഒരു പരിപാടിയിൽ അത്ര സജീവമല്ല. ബിന്ദു അങ്ങനെയല്ല, എന്തിന് ഏതിനും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ അവിടെ സ്റ്റേജിൽ ഇരുന്ന് ബിന്ദുവും ചിരിച്ചു, ഓഡിയൻസ് കൈയടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും ഇതറിഞ്ഞ് ആരെങ്കിലും ചെയ്യും, അത് ഏത് വിധത്തിലും ആയിക്കൊണ്ട് പോട്ടെ. ഇപ്പം അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. പക്ഷെ എന്തായാലും ഞാനിങ്ങനെ ഈ ലിസ്റ്റ് ഞാൻ ടി വിയിലാണ് ഞാൻ കാണുന്നത്, ഇന്നാരും അത്രയാകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു പോട്ടെ, ബിന്ദു കൃഷ്ണയ്ക്ക് എന്തെങ്കിലും ഒരു വകുപ്പ് കിട്ടിയല്ലോ, നന്നായി. ഒരുപാട് കിടന്ന് ആ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. എന്നോട് തന്നെ പലപ്പോഴും പറയും, അങ്ങനെ ആ ചേച്ചി ഇങ്ങനെ ചേച്ചി അവൻ ചേച്ചി അതൊക്കെ ആത്മാർത്ഥമായിട്ട് പാർട്ടിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. ഇനി നമുക്ക് ഇപ്പം ഇത്രയും വർഷം വയസ്സുണ്ട് എന്നൊക്കെ അമ്മ പറയണു, നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ഇന്ന് അമ്മയ്ക്ക് ഒരു 25 വയസ്സായിരുന്നെങ്കിൽ ഇപ്പൊ അമ്മ ഒരു സോഷ്യൽ മീഡിയ റിലേറ്റ് ചെയ്ത് ഇപ്പൊ കൂടുതലും കോണ്ടന്റ് ക്രിയേഷനും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്നുണ്ട്, അമ്മ ആ ഒരു മേഖലയിലേക്ക് പോവായിരുന്നു. ഇന്ന് അമ്മയ്ക്ക് ഒരു 25 വയസ്സായിരുന്നെങ്കിൽ ഏത് മേഖലയിൽ പോകും? ഈ ഇൻഫ്ലുവൻസർ അങ്ങനത്തെ കോണ്ടന്റ് ക്രിയേഷൻ പരിപാടികളൊക്കെ ചെയ്യോ? റീൽസ് എടുക്കുക, വീഡിയോ എടുക്കുക, ചെയ്യൂലേ? അത് വേണ്ട, നമുക്ക് വേറെ വല്ല ഇതുപോലൊക്കെ വന്നിട്ട് പറയാം. 25 വയസ്സിലോ? അല്ല, 25 വയസ്സിൽ പറഞ്ഞാലും എന്നാലും അതല്ലേ ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞേ, 25 15 അവനവന്റെ കാര്യങ്ങൾ പറയാനുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തെടുക്കുക സ്വയം. അതിനിപ്പോ അച്ഛനും അമ്മയും അപ്പനും അമ്മാവനും ഒന്നും വേണ്ട, അതൊക്കെ വെറുതെ അഭിനയമാണ് ഈ പെൺപിള്ളേരുടെ, അത്രയുള്ള കാര്യം. ഇതൊക്കെ ചുമ്മാതാന്ന്. ഈ കാണിക്കുന്ന പെൺപിള്ളേരുടെ പേക്കൂത്തുകളൊന്നും അവർ മനഃപൂർവ്വം ഒരു നാടകം കളിക്കുന്ന അതിനുള്ള വിവരം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് അവർക്ക് തോന്നിയിട്ടോ അല്ല. അതാണ് അതിന്റെ സത്യം. അത് ഞാൻ പറഞ്ഞാൽ ഇവിടെ വലിയ വിവാദമാകും, അതുകൊണ്ടാണ് ഞാൻ അതിനെ പറ്റി ഫുള്ള് പറയാത്ത. ഓക്കെ, റീൽസ് കാണാൻ അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമുണ്ടോ? കാണുമോ റീൽസ്? വേറൊന്നുണ്ടല്ലോ, ടിക്ടോക്കോ? അതിപ്പോ ഇല്ല, ടിക്ടോക്ക് നിർത്തിയോ? ടിക്ടോക്ക് കുറെ നാളായി. ടിക്ടോക്കിന് പകരം വന്നാലേ നമ്മൾ ഇൻസ്റ്റാഗ്രാമില് റീൽസ് കാണാറില്ല അമ്മ ഇതൊന്നും? അല്ല, കാണാറുണ്ട്. ചിലപ്പോ ഈ നമ്മുടെ ഫേസ്ബുക്ക് കോർണറിൽ പറഞ്ഞിട്ട് ഇപ്പൊ മമ്മൂട്ടി മോഹൻലാലൊക്കെ പറയുന്നതൊക്കെ എല്ലാം, അല്ലാതെ എല്ലാവരുടെയും അങ്ങനെ കാണാറില്ല. അപ്പൊ അമ്മ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാവില്ല. ചില സോഷ്യൽ മീഡിയയിൽ ഞാൻ പറയാറില്ല, ചില ആൺകുട്ടികൾ ചെറുപ്പക്കാരും എന്റെ മക്കളെക്കാട്ടിൽ ഇളയവരായിരിക്കും, അവരുടെയൊക്കെ ചില നല്ല അവര് പറയുന്ന ഭാഷയ്ക്കൊക്കെ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു കണ്ടന്റ് ചിലപ്പോൾ നമ്മൾ ചിരിച്ചു പോകും അവരുടെ ആ വർണ്ണന കേൾക്കുമ്പം. അപ്പോൾ ഞാനിങ്ങനെ ഇതെന്താ സംഭവം നോക്കും. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറഞ്ഞ് കേട്ടോടെ എന്നൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇപ്പം ഇതൊക്കെ എങ്ങനെ പറയുന്നു, അങ്ങനെ അങ്ങനത്തെ ചിലതൊക്കെ കാണാറുണ്ട്. ഇപ്പൊ ഈ 25 വയസ്സാണെങ്കിൽ അമ്മ പറഞ്ഞു ഈ ഫീൽഡിൽ വരൂല, അങ്ങനെയാണെങ്കിൽ വേറെ ആക്ടിങ്ങും അല്ലെങ്കിൽ പിന്നെ ഏത് മേഖലയിലാണ് സാധ്യത കൂടുതൽ? സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ വെറുതെ ചുമ്മാ എന്നെ ഒരു അനുഗ്രഹിച്ച് പറഞ്ഞതാണെങ്കിൽ പോലും പണ്ട് പറയുന്നത് സിവിൽ സർവീസ്. ഞാനങ്ങനെ പഠിക്കാൻ കയറിയപ്പോൾ ഡോക്ടർ ആവണമെന്നൊക്കെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ ചേട്ടൻ്റെ കൂട്ട് ഞാൻ നന്നായിരിക്കും, ചേട്ടൻ കുത്തിയിരുന്ന് പഠിക്കുന്ന ആളാണ്. ഞാൻ പറഞ്ഞു അന്നൊക്കെ ഇതുപോലെ ഞാൻ പറയാം, ഇത് സിവിൽ സർവീസിനൊക്കെ അതിൻ്റെ ഒരു പ്രത്യേക കോച്ചിങ്ങിനൊക്കെ പോയാൽ മതിയായിരിക്കും അല്ലേ, മറ്റേ ഡോക്ടർ എന്നൊക്കെ പറഞ്ഞാൽ ആജീവനാന്തം ഓൺ കോൾ നിൽക്കണ്ടേ നമ്മൾ. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു ചിന്ത എനിക്ക് ഉണ്ടായിരുന്നു, കുറച്ച് സംസാരിക്കാനും കുറച്ച് ഭരിക്കാനും കുറച്ച് കാര്യങ്ങൾ സത്യസന്ധമായിട്ട്. എനിക്ക് അതൊരു വലിയ നിർബന്ധമുള്ള കാര്യമായിട്ടാണ്. ആരെ പേടിച്ചിട്ടാണ് എല്ലാവരും ഈ നുണ പറയുന്നുള്ളത് എനിക്കറിയത്തില്ല, സത്യം പറയാം എന്തിനാണെന്നുള്ളത്. ഈവൻ ഞാനിപ്പം ഞങ്ങളുടെ സംഘടനയെ പോലും ഒരു മുതിർന്ന ഒരു പഴയ അമ്മ എന്നുള്ള രീതി ഞാൻ പറയുന്നത്, എന്തിനാണ് ഈ ഭാരവാഹികൾ ഭയക്കുന്നത്? ആരെ? അവരെ അവിടെ വോട്ട് ചെയ്ത് ഇരുത്തിയല്ലേ, അല്ലാതെ അവർ 4 പേര് വിചാരിച്ചിട്ടിരുത്തിയതല്ലോ, ആരോ ആവട്ടെ. ഇപ്പം ഇവർ പറയുന്നു അയ്യോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ അങ്ങനെ പറഞ്ഞു. അല്ല, മോഹൻലാലും മമ്മൂട്ടിയൊന്നും ആരും ഒന്നും പറഞ്ഞില്ല, അവരൊക്കെ അവർക്കുടേതായ സ്ഥാനത്ത് എല്ലാ ബഹുമാനങ്ങളും അർഹിക്കുന്നവരാണ്. അല്ലാതെ അതിനകത്തുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ വരയ്ക്കാൻ നിൽക്കുന്നവർ ഇഷ്ടം പോലുണ്ട്. പക്ഷെ അവരെന്തിനാ ഇവർ പേടിക്കുന്നത്? എനിക്ക് ഇന്നും മനസ്സിലാവാത്തൊരു കാര്യമാണ്. ഞാൻ ഐ തോട്ട് ദാറ്റ് ശ്വേത ഈസ് ഗോയിങ് ടു ബി എ ഗുഡ് പ്രസിഡന്റ്. ഞാൻ വളരെ ഫ്രാങ്കായിട്ട് ഇപ്പോൾ പേരെടുത്ത് പറയാം, ശ്വേതയ്ക്ക് പോലും ഒരുപാട് ബാരിയേഴ്സ് ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് അതൊക്കെ മറക്കാനായിരിക്കും ഇപ്പോൾ ഉള്ള ഉദ്ഘാടനവും അതും ഇതും ആഘോഷങ്ങളും ഒക്കെ ആയിട്ട് ശ്വേത നടക്കുക. അപ്പം ഞാനൊക്കെ വിചാരിച്ചത് ശ്വേത ഒരു പിടിക്കുകയാണല്ലോ ആൾ, എന്താ ശ്വേത സ്ട്രോങ് ആയിട്ട് പറയാത്തത്? ഇപ്പം ആരോ പറയുന്നത് കേട്ടു, ഇല്ല ശ്വേത പറയും ജനറൽ ബോഡിയിൽ ഇനി എല്ലാം നന്നായിട്ട് പോകും ചേച്ചി. ഞാൻ പറഞ്ഞു പോയാൽ എല്ലാവർക്കും കൊള്ളാം, ഇല്ലെങ്കിൽ സിനിമാ താരതമ്യമില്ല മറ്റേ അമ്മേലെ സംഘടനയിലാണ് അയ്യോ എന്ന് പറയിപ്പിക്കുന്ന മക്കളെ. അത് മോശമാണ്. അത് അതിനകത്തുള്ള നല്ല സീനിയേഴ്സിന് പോലും മോശമല്ലേ ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ പുറത്തറിയുമ്പോൾ. എല്ലാവരും നമ്മൾ അറിയുന്നതിന് മുമ്പേ മറ്റുള്ളവർ അറിയാം, അതിലാണ് എനിക്ക് സങ്കടം. അപ്പം ചോദിക്കുമ്പോൾ പറയുന്നു ഇവിടുന്ന് കാനഡയിലോട്ട് ലൈവ് പോയി, കാനഡയിൽ നിന്ന് ഇങ്ങോട്ട്. ഞാൻ പറഞ്ഞു കാനഡയെ? അപ്പം അല്ല അവിടെ അങ്ങനെ ഇപ്പം എല്ലാ ക്യാമറയിലും എടുക്കും. ഇതൊക്കെ ഉള്ളതാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഐ എം ഗോയിങ് ടു ടോക്ക് ടു ശ്വേത എനിവേ. കാരണം എന്താ വെച്ചാൽ അത് സ്ട്രിക്റ്റായിട്ട് ശ്വേത നോക്കിയില്ലെങ്കിൽ ശ്വേതയ്ക്കും ചീത്ത പേരല്ലേ.
തീർച്ചയായും. അതൊന്ന് ചെയ്ത് മനസ്സിലാക്കണം അതൊക്കെ. കാരണം അതിനകത്തുള്ള ആരെങ്കിലും ഒരു സെക്രട്ടറി പറഞ്ഞ് മല്ലിക ചേച്ചി ലൂസ് ടോക്കറാണെന്നോ ഇനിയിപ്പോൾ ശ്വേത പറഞ്ഞാലും മുക്കു പറഞ്ഞാലും അതെല്ലാം പറഞ്ഞോട്ടെ. അതൊന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ വെളിയിലറിയുന്ന മോശമായ പ്രവണതകൾ സംഘടനയ്ക്കകത്ത് കാണുമ്പോൾ അത് തിരുത്താനാണ് നമ്മളൊരു പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയൊക്കെ എടുക്കുന്നത്. അവർ തമ്മിൽ അടിയായാൽ പിന്നെ എവിടെ ഭരണം നടക്കും? ഇപ്പൊ ഉള്ള കമ്മിറ്റിയിൽ അമ്മ സാറ്റിസ്ഫൈഡ് ആണോ അമ്മയിലെ? നോ, നോട്ട് അറ്റ് ഓൾ. അല്ല, എന്താ അങ്ങനെ പറയാൻ കാരണം? അതിനകത്ത് അടിയാ, എനിക്കറിയാം. ആണോ? അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു മാറ്റം. ഇപ്പൊ അമ്മയാണ് അല്ല, president. ഞാനുണ്ടായിരുന്നെങ്കിൽ വേറൊന്നും കൊണ്ടല്ല, ഞാനിപ്പോൾ കൊണ്ട് ഉണ്ടാക്കിയ അതല്ല പറയുന്നത്. പക്ഷേ ഇമാതിരി ഒരാൾ പറയുന്നത് കേട്ടൊരു അഭിപ്രായം പറയാൻ എന്നെ കിട്ടത്തില്ല. അതുകൊണ്ടാണ് പേടി എന്നെ എടുക്കാത്തത്. ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇത്രയും കാലമായല്ലോ അമ്മ സംഘടന വന്നിട്ട്. ഞാൻ പോകില്ല, അത് വേറെ കാര്യം. എൻ്റെ സുഖേട്ടനെ ഓർത്ത് ഞാൻ അതിനകത്തുനിന്ന് മാറി നിൽക്കുന്ന ഒരാൾ തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ എനിക്കതിനകത്ത് സംഘടനയോടും അല്ല, ബഹുമാനക്കുറവോ വ്യക്തികളോടും അല്ല. ഉം. എനിക്ക് ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഞാൻ അവിടെ കയറി ഇരുന്ന് ലൂസ് ടോക്കർ എന്ന് പറയാൻ കാര്യം എന്താ? അത് ചേച്ചി അതെന്താ വെച്ചാൽ നമ്മളിങ്ങനെ മറ്റേ അത് പറഞ്ഞു എന്തെല്ലാമാ എൻ്റെ അടുത്ത് വിളിച്ച് ഓരോരുത്തർ പറയുന്നത്. ചേച്ചി അത് ചുമ്മാതാ, പിന്നെ മല്ലികാമ്മേ ഇങ്ങനെയാണ് മറ്റേത്. അപ്പം ഞാൻ വിചാരിക്കും ഇത് തിരുത്താനുള്ള ഭയം അതൊന്നും അറിഞ്ഞാൽ കൊള്ളാം എനിക്ക്. ആരാണ് ഇവരെ പ്രിവെൻറ്റ് ചെയ്യുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ? ആണായാലും ശരി. ഞാൻ ഈ ജോയ് മാത്യു സാറൊക്കെ അല്ല, അദ്ദേഹത്തിന് ജോയ് മാത്യു എന്ന് വിളിച്ചാൽ മതി, പ്രായം കുറവാണ്. എന്നാലും അവരെ പോലൊക്കെ ഉള്ളൊരു നാട്ടിലെ രാഷ്ട്രീയത്തിന് വരെ അഭിപ്രായം പറയുന്നവർക്ക് പറഞ്ഞുകൂടെ ഇത് മോശമാണെന്ന് പറഞ്ഞ്? അപ്പോൾ പറയുമ്പോൾ ഞാനൊരിക്കൽ വെച്ച് സംസാരിച്ചു, പറഞ്ഞ ഒക്കെ ഞങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അവരൊരു പക്ഷേ ഈ അടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി കുറേയൊക്കെ ഒതുക്കുന്നതായിരിക്കും. അതവരുടെ തെറ്റിദ്ധാരണയാണ്. സകലമാന പേർക്കും ഈ വോയിസ് മെസ്സേജും അതും ഇതും എല്ലാം വരുന്നുണ്ട്. ഇത് എവിടുന്നാണ് എങ്ങനെയാണെന്ന് അന്വേഷിക്കാൻ അവിടെ സംവിധാനമില്ല. ഇല്ല. അതിന് പകരം ഓരോരുത്തരെ വിരട്ടുക. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്തെന്ന് പറഞ്ഞ ഓരോ പെണ്ണുങ്ങൾ നടക്കുക, എന്നെ പിടിച്ച് ജയിലിൽ കയറ്റാൻ നോക്കി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തെന്ന് പറയാം. അതൊക്കെ ചെയ്യാമോ? അതൊക്കെ തെറ്റല്ലേ ആ കാണിക്കുന്നതൊക്കെ? കൂടെ പ്രവർത്തിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗത്തിനെതിരെ അങ്ങനെയാണെങ്കിൽ വേറെ ഇതിലും വലിയ തെറ്റുകൾ ചെയ്തവരൊക്കെ അവിടെ കിടപ്പുണ്ടല്ലോ. എന്താ ആക്ഷൻ എടുത്തത് ഇവർ കേൾക്കട്ടെ. അത് വേണ്ട, അതാണ് നമുക്ക് ഒന്നും പറ്റാത്തത്. അത് ആരും മിണ്ടുന്നുമില്ല, പ്രധാനികളൊന്നും. അപ്പൊ അവർക്കറിയാം അത് പറഞ്ഞ് ഒരു ഇഷ്യൂ ആക്കി പ്രശ്നമാക്കണ്ട, വിട്ടു. അതിന് വരെ ഏതാണ്ട് 5 കൊല്ലം മുമ്പ് എവിടെയോ നിന്ന് ഏതാണ്ടോ പണ്ട് ഇന്നാര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ചില ഈ ട്രോളും യൂട്യൂബുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്തൊക്കെ വിട്ടിത്തരങ്ങളാണ് ഓരോരുത്തർ പറയുന്നത്. ഒരാളൊരു കാര്യം പറഞ്ഞാൽ എന്താണ് പുള്ളി പറയുന്നതെന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, അല്ലേ? അതൊന്നും ഇല്ല. അപ്പം അത് പോട്ടെ, ഇനിയിപ്പം സംഭവിച്ചതൊക്കെ സംഭവിച്ചു. ഇനിയെങ്കിലും ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഒന്ന് ശക്തമായിട്ട് ഇതിനകത്ത് കളിക്കുന്നവരെ ഇപ്പം തന്നെ ഞാൻ വളരെ ഓപ്പണായിട്ട് കാര്യം പറയട്ടെ. അപ്പോൾ ഞാൻ കേട്ടത് ഉണ്ണി ശിവപാലിനെ ലീവ് എടുക്കാൻ പറഞ്ഞു, അടുത്ത ജനറൽ ബോഡി വരെ. എന്തോന്നോ ട്രഷറർ സ്ഥാനം വഹിക്കുന്ന ആളാണ് അദ്ദേഹം. അത് ഉണ്ണി ശിവപാലും സെക്രട്ടറിയും കൂടെ ചേർന്നാണ് ചെയ്തത്. അപ്പം അങ്ങനെ 2 പേര് ആ തെറ്റിൽ പങ്കാളികളാണെന്ന് പ്രസിഡന്റിനും എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും ബോധ്യമുണ്ടെങ്കിൽ, എനിക്കറിയില്ല, ഉറപ്പാണെങ്കിൽ ഒരാളെ മാത്രം ശിക്ഷിച്ചാൽ മതിയോ? 2 പേരോടും പറഞ്ഞ അടുത്ത ജനറൽ ബോഡിക്ക് വന്നാൽ നിങ്ങൾ അതുവരെ തൽക്കാലം ഉണ്ണി ശിവപാലിന്റെ ചാർജ് ഇന്നാർക്കും സെക്രട്ടറിയുടെ ചാർജ് ഇന്നാർക്കും കൊടുക്കും. അവിടെ വേറെ ഉണ്ടല്ലോ പെണ്ണുങ്ങൾ. അപ്പം അതാ ഞാൻ പറയുന്നത്. അപ്പോൾ ഉടനെ അതെന്തുകൊണ്ട് ഒരാളെ മാത്രം ശിക്ഷിച്ചു? അതാണ് പിന്നെ അടുത്ത ചർച്ച. അല്ലാതെ ഈ തെറ്റെന്താണെന്നുള്ളത് അങ്ങ് വിട്ടു. ഇതൊക്കെയാണ്. അതെന്തുകൊണ്ട് എനിക്ക് ഒരു പിടിയും എനിക്ക് അതിനകത്തൊക്കെ ഒരു ചെറിയ സീനിയേഴ്സൊക്കെ കുറച്ചൊന്ന് പറഞ്ഞു കൊടുക്കണം. അതോ ഇനി അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം അതൊരു നാണക്കേടാണ്. അതിപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ അണികൾ ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, അതൊരു ഭാഗത്ത് നടക്കും. പക്ഷേ ഇതിനകത്ത് ആകെപ്പാടെ 10, 17 പേരേ ഉള്ളൂ. ഇവർ തമ്മിൽ ചേരില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ആലോചിക്കുക. ഇപ്പൊ ഇപ്പോഴത്തെ കമ്മിറ്റിയിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. എന്നാലും നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു സ്ട്രോങ് ആയിട്ട് ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരണം എന്ന് അമ്മയ്ക്ക് ആഗ്രഹമുള്ള ഒരാളുണ്ടോ നമ്മളെ ഫിലിം ഇൻഡസ്ട്രിയിൽ? അതല്ല, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ആരെ ഫേവർ ചെയ്യാതെ നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഇത് ഈ അടച്ചിട്ട മുറിയിലാണ് സംസാരിക്കുക. എന്തിനാ അവിടെ ഈ ക്യാമറ വെച്ചിരിക്കുന്നത്? ഇത്രയും ക്യാമറ ഇപ്പം ഈ പറയുന്നത് ശരിയാണെങ്കിൽ ഈ പുതിയ ട്രഷറർ, ഇപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കുന്ന ട്രഷറർ അടക്കമുള്ളവർ ചേർന്ന് അവിടെ ഒരുപാട് ക്യാമറ വെച്ചെന്നോ, പിന്നെ ഓരോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എഴുതി എൻ്റെ കിടപ്പുണ്ട്. ഞാനത് ആരെങ്കിലും മമ്മൂട്ടിയോ മോഹൻലാലിനെയൊക്കെ കണ്ടാൽ ഞാൻ കാണിക്കും. വേറെ ആരെയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. അതെന്താണ് പിന്നെ അമ്മയെ പോലെയൊക്കെ ഉള്ളവരിതൊക്കെ ഒന്ന് പറയണ്ട ഇത്രയൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനിത് പറഞ്ഞതിനല്ലേ നിങ്ങളെല്ലാം കൂടെ ലൂസ് ടോക്കറാണെന്നും പറഞ്ഞ് മാറ്റി നിർത്തിയത്. അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം കുക്കു മനഃപൂർവ്വം ചെയ്തതായിരിക്കത്തില്ലായിരിക്കും. കുക്കുവിന് ആരുടെങ്കിലും പ്രേരണ കാണും. അങ്ങനെയാണല്ലോ പണ്ട് പ്രേരണകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിനൊക്കെ ഞങ്ങളൊക്കെ സാക്ഷികളുമാണ്.
അപ്പോൾ അതല്ല, തെറ്റ് ആര് ചെയ്താലും തെറ്റ് തെറ്റെന്ന് തന്നെ. പൃഥ്വിരാജിനെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കണം എന്ന് പറയാനറിയാവുന്ന സംഘടനയ്ക്ക് ഉം. അതിലും വലിയ ഭൂകൃതരം കാണിച്ചവരെ കൊണ്ട് മാപ്പ് പറയിക്കാൻ പറ്റാത്തെന്താ? കാലം മാറി. അവനില്ലെങ്കിൽ നമ്മുടെ ജീവിതം പോവോ? സിനിമയിൽ എല്ലാ ബിസിനസ്സും ചെയ്യുന്ന ആൾക്കാരെ എതിർത്താൽ നമുക്ക് അയ്യോ കഞ്ഞിമുടി മുട്ടും. ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ പിന്നെ സംഘടന ഇതിലൊക്കെ നല്ലത് ഉം. പെൻഷൻ കൊടുക്കുന്നവർക്ക് ഇത് കൊടുക്കാൻ ഒരു ചെറിയ ഓഫീസ് മതി അല്ലേ? ഉം. ചെറിയ ഓഫീസിൽ ഒരു ക്ലർക്ക്, ഒരു മാനേജരൊക്കെ നിന്നിട്ട് ദാ ഇത്രയും പേർക്ക് 1-ാം തീയതി കാശ് അയക്കണം. നല്ല കാര്യമാണത്. എത്രയോ പേർക്ക് മരുന്ന് വാങ്ങിക്കാനൊക്കെ അതെ ഉപകരിക്കും അതെ അല്ലേ? അതെ. അത് കൊടുക്കുക എന്നല്ലാതെ ഈ ജനറൽ ബോഡി വിളിച്ചു കൂട്ടുക, സ്പോൺസർഷിപ്പ് എന്നും പറഞ്ഞൊരു ബഹളം, അമ്പലത്തിൽ പോയി മറ്റിടത്ത് പോയി അല്ല, അത് വാസ്തവത്തിൽ എനിക്കും അഭിപ്രായ വ്യത്യാസമുണ്ട്. ഉം. അമ്പലത്തിൽ മനുഷ്യൻ ഭക്തിപൂർവ്വം കൊണ്ടിടുന്ന കാണിക്കകത്തുനിന്ന് നമുക്ക് ആഘോഷിക്കാനായിട്ട് അത് അതെ അതെ. ആയിക്കോട്ടെ. ഇനിയിപ്പോൾ അമ്പലം അധികാരികൾ കൊടുത്തെങ്കിൽ നല്ല കാര്യം, അത് അവർക്ക് ഉപകാരപ്പെട്ടെങ്കിൽ. പക്ഷേ എന്നാലും ഞാൻ പറയുന്ന അതിനെക്കാട്ടിൽ ബിസിനസ് സ്ഥാപനങ്ങൾ, ഇപ്പോൾ ബാബുരാജ് ഇരുന്നപ്പോൾ എങ്ങനെയായിരുന്നു? എത്രയോ നല്ല നല്ല സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയാണ് തീർച്ചയായും. അദ്ദേഹം സ്പോൺസർഷിപ്പ് അതെ അതെ. കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു അവിയൽ വരുവാ ഇപ്പം. ഉം. അതിനകത്ത് അതിനകത്ത് ഈ പറയുന്ന പോലെ പ്രസിഡന്റും സെക്രട്ടറിയും തന്നെയാണ് അത് ശ്രദ്ധിക്കേണ്ടത്. കുക്കു അത് വളരെ നിസ്സാരമായിട്ട് മറ്റേ ചലച്ചിത്ര ഫെസ്റ്റിവൽ കാണുന്ന പോലെ കാണരുത്. ഒരു കഴുത്തിനകത്ത് ഒരു സാധനം കെട്ടി തൂക്കിയിട്ട് നമ്മൾ ഫെസ്റ്റിവലിനും പിന്നെ മറ്റിടത്തും ഗോവയിലും ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കേരളയ്ക്കും ഒക്കെ പോകാം. അത് ദാറ്റ് ഈസ് വെരി ഈസി. ആർക്ക് വേണേൽ കിട്ടും. കലാഭവനിൽ ചെന്നാൽ ഈ കഴുത്തി കിട്ടുന്ന സാധനം കിട്ടും. ഉം. അതല്ല സംഘടന എന്ന് പറയുന്നത്. അത് ഷീ ഷുഡ് ബി മോർ സീരിയസ്. ഉം. പ്രത്യേകിച്ച് പ്രസിഡന്റും സെക്രട്ടറിയും. അല്ലാതെ ആരെങ്കിലും ചുമ്മാ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലവനും വേണ്ടിയിട്ട് ചീത്ത വിളിച്ചുകൊണ്ടിരുന്നൊരു കാര്യമുണ്ടോ? ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ അയാൾക്ക് അത് ഇഷ്ടപ്പെടും. അങ്ങനെയല്ല ഒരു ഭരണം എന്ന് പറഞ്ഞാൽ അതല്ല. ഉം. എന്നാൽ പിന്നെ ഇവിടുത്തെ ഭരണാധികാരികൾക്കൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം നോക്കിയാൽ ജനം സമ്മതിക്കുമോ? ഇല്ല ഇല്ല. ആ, അപ്പൊ അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. അമ്മയുടെ അഭിപ്രായത്തിൽ ഒരു സ്ട്രോങ് ആയിട്ട് ഒരാള് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ ഇയാള് വന്നാൽ അതെന്താ ന്യായമായിട്ട് അറിയാം, ഈ സ്ട്രോങ് എന്ന് പറയുന്നത് അവർ പറഞ്ഞാൽ അനുസരിക്കണം. ഉം. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ സ്ട്രെങ്ത് ആ, ഇരിക്കുന്നത് അതെ അല്ലേ? അതെ അതെ അതെ. അതിപ്പോൾ ഞാൻ നോക്കിയിട്ട് മമ്മൂട്ടി മോഹൻലാലിലെ ഒക്കൂ. അവരെ പറഞ്ഞാൽ അനുസരിക്കാൻ ഒരു സീനിയേഴ്സാണ്. അവർ വലിയ ഒരു ഇൻ്റർനാഷണൽ താരങ്ങളാണ്. പാൻ ഇന്ത്യൻ ആക്ടേഴ്സാണ്. എല്ലാം ശരിയാണ്. അപ്പോൾ അവർക്ക് എല്ലാ ഭാഷകളിലും ഒക്കെ ഒരു വിലയുണ്ടെന്ന് കാണുമ്പം ചിലപ്പോൾ അനുസരിക്കുമായിരിക്കും. അവരുണ്ടായിരുന്നു കമ്മിറ്റിയിൽ ഇതിനു മുന്നേ. പിന്നെ മോഹൻലാലല്ലായിരുന്നു കഴിഞ്ഞ അതെ അതെ പ്രസിഡന്റ്. അതെ അതെ. അതാണ്. പക്ഷേ മോഹൻലാലും ഈ പറയുന്നതിൻ്റെ ഒരുപാട് അങ്ങ് ഒതുങ്ങി കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം വേണ്ട ഇതിന് അവസാനം ഇങ്ങനെയൊക്കെ എല്ലാവരും ധരിക്കുമായിരിക്കും. എനിക്കറിയത്തില്ല കേട്ടോ സത്യത്തിൽ. പക്ഷേ ഞാൻ ഇതിന് മുമ്പുള്ളതൊക്കെ ഇപ്പം മധുസാർ തൊട്ടിരുന്ന ഒരു സംഘടനയാണ് ഈ അമ്മ. ഒരു പ്രശ്നമില്ലായിരുന്നല്ലോ. ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് ഇലക്ഷൻ നടക്കും. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ ഇവൻ്റെ ആൾ, ഇവൻ അവൻ്റെ ആൾ, അവർക്ക് കൊടുക്കരുത് ഇവർക്ക് കൊടുക്കരുത്, മറ്റേത് മറിച്ചത് എന്ന് വേണ്ട. ഓ, അതങ്ങ് ഒരു വിഷമമാണ് എനിക്ക്. ഞാനൊക്കെ ആ വിഷമം കൊണ്ട് പറയുന്നതാണെന്നുള്ളത് ദയവ് ചെയ്ത് അമ്മക്കാർ മനസ്സിലാക്കണം. വളരെ സുഗമമായിട്ട് നടന്നുകൊണ്ട് പോയ ഒരു നല്ല താരസംഘടന. മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ പേരിലല്ലേ ഈ താരത്തെ ഷോയും ഉം. അതും ഇതൊക്കെ അതെ അതെ. സ്പോൺസർഷിപ്പ് കിട്ടുന്നത്. അല്ലാതെ ഇപ്പം ബാക്കിയുള്ള ഇപ്പം ഈ അടി ഉണ്ടാക്കുന്നവരെല്ലാം കൂടെ ഞങ്ങൾ സ്റ്റേജിൽ കയറി ഡാൻസ് കളിക്കാമെന്ന് പറഞ്ഞാൽ കിട്ടുമോ വല്ല കോടികൾ? ആര് കൊടുക്കുന്നെന്നാ? ആ, അതൊന്നും നടക്കുന്ന കാര്യമല്ല. ഗ്ലാമറായിട്ട് നിൽക്കുന്ന ടോപ്പ് ലീഡിങ് ആയിട്ടുള്ള 2-3 പേര് അതിൽ ഒരാളെങ്കിലും അവിടെ ഇരുന്നിട്ട് ശക്തമായിട്ട് കാര്യം പറയണം. ഉം. അതൊരു അപേക്ഷയാണ്. അത് അവരും കൂടെ വിചാരിക്കണം. ഇല്ലെങ്കിൽ എത്രയോ പേർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു സംഘടന എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിതറിപ്പോകുന്നത് പോലെ പുറത്തൊരു സംസാരം. അതാണ് എനിക്ക് ഒരു വിഷമം. എവിടെ ചെന്നാൽ എന്തുവാ ചേച്ചി അതിനകത്ത് കൂട്ടത്തിലാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ലയെന്ന് പറയാൻ പറ്റുമോ? എല്ലാ ടി വിയിലും ഇത് പറയല്ലേ. അങ്ങനെ ചോദിക്കാറുണ്ടോ അമ്മയടുത്ത് നേരിട്ട്? ഇപ്പോൾ ഇതാ മെയ് 10-ാം തീയതി ചോദിച്ചു. ആണോ? ആ, ഓ, അതിൽ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഉണ്ട് അല്ലേ? അതുണ്ട്. 150% എനിക്ക് സങ്കടമുണ്ട്. കാരണം അതിനല്ല ഞങ്ങളൊക്കെ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തത്. ഞാനൊക്കെ ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ ഇവരൊന്നും ഇതിനകത്തൊന്നും വന്ന് കണ്ടിട്ട് പോലും ഇല്ല, അറിയാനും വയ്യായിരുന്നു. ഉം. ഞങ്ങളൊക്കെ ഇത് തുടങ്ങിയപ്പം ഇത് അന്ന് സുരേഷ് ഗോപി അതിൻ്റെ പ്രധാനിയായിട്ടുണ്ടായിരുന്നു. ഓ. അന്ന് വന്ന കുറേ പേര് മണിയമ്പിള അങ്ങനെ കുറച്ച് പേര് ആ, അതെ അതെ. സുഖമുണ്ട്. ഉം. വീട്ടിൽ വന്ന് ലൈഫ് മെമ്പർഷിപ്പ് എടുക്കുമായിരുന്നു ഞങ്ങളൊക്കെ. ഉം. ഉം. 10 ആദ്യത്തെ 50 പേരിൽ ഞങ്ങളൊക്കെ വരേണ്ടതാണ്. ഉം. പിന്നെ അങ്ങോട്ട് വന്ന് 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 സിനിമ ഇൻഡസ്ട്രി അതിപ്പോൾ ഇതിന് മാത്രമല്ല, ഏത് സിനിമാ സംബന്ധിയായിട്ടുള്ള ഏത് സംഘടന എടുത്താലും അതിനകത്ത് പൊളിറ്റിക്സ് ഉണ്ട്, തന്നിഷ്ടമുണ്ട്. ഉം. ഈ ഈ വേണ്ടപ്പെട്ടവരുടെ പുറത്ത് ആവശ്യമില്ലാതെ അന്ധമായിട്ടൊന്നും ചിന്തിക്കാതെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അതൊന്നും ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് എപ്പോഴെങ്കിലും വരുമ്പോഴാണ് ദൈവം കളിച്ചു തുടങ്ങുന്നത്.
തീർച്ചയായും. എപ്പോഴെങ്കിലും ലാലേട്ടനോടോ മമ്മൂക്കനോടോ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടോ അവർക്ക് അല്ല ഇതിൽ? അങ്ങനെ ചോദിച്ചിട്ടില്ല. ഇപ്പം എനിക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യം എനിക്ക് ലാലുവിനോടായിരിക്കും. കാരണം പക്ഷേ അവരെയൊക്കെ ആയിട്ട് നമ്മളെന്തോ പറയാനാ ഇവരെ അടിയുണ്ടാക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? അത് അവരത് കണ്ടോണ്ടല്ലേ ഇരിക്കുന്നത്. അതെ അതെ. അത് അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ടാൽ പറയുന്നതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണേ പൊന്നു മോനെ എന്ന് വേണേൽ പറയാം. ഉം. അപ്പോഴും പറയും "ഓ, നമ്മളൊക്കെ പറഞ്ഞാൽ നടക്കുമെന്ന് തോന്നി" എന്നേ അവരൊക്കെ ചുക്കണ്ട. അവർ ഒരു സ്വന്തം വീട്ടിൽ പോലും 10 ദിവസം അടങ്ങി നിൽക്കാനായിട്ടുള്ള സമയമില്ലാത്ത ആൾക്കാർ ഓടി നടന്നിങ്ങനെ അഭിനയിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇവിടെ തമ്മിത്തല്ലും ഉം. ബഹളവും. അതാണ് സംഘടനയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ യോഗ്യത എന്ന് പറയുന്നത്. ഉം. ഓരോരുത്തരും ചിന്തിക്കണം. അതെ അതെ. നമ്മൾ നല്ല വേഷം കെട്ടി നമ്മൾ അവിടെ ഡാൻസ് കളിച്ചു, ഇവിടെ ഇങ്ങനെ ചെയ്തു, അവിടെ പ്രസംഗിച്ചു, ഇവിടെ പോയി മറ്റേത് ആഘോഷം, നിരത്തി പിടിച്ച ആഘോഷം. ഉം. എന്തടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ചലച്ചിത്ര ഇതിനകത്ത് വലിയ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി ഡിന്നർ കൊടുത്ത് എന്തിനായിരുന്നു? അങ്ങനെ ഒരു പതിവേ ഇല്ലല്ലോ അമ്മ സംഘടന. ഞാനതിനെ അന്ന് എതിർത്ത ആളല്ല, അതിപ്പോൾ പുത്തനായിട്ട് പറയല്ല അത്. ഉം. അതൊന്നും ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ്. ആ 5 ലക്ഷം രൂപയുടെ എത്ര പേർക്ക് പെൻഷൻ കൊടുക്കുക? അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഉം. അപ്പോൾ ആ തെറ്റ് ചെയ്യുമ്പോൾ ഇവരെല്ലാം കൂടെ ഒന്നിച്ച് നിൽക്കുകയാണ് ഇത് തെറ്റാണ് എന്ന് പറയുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉം. ആണുങ്ങൾ ആരൊക്കെയോ പറയുന്നു എന്നൊക്കെ പുറത്തൊരു ന്യൂസുണ്ട്. ഉം. അതിനെപ്പറ്റി ഞാൻ വിശദമായിട്ട് എനിക്കറിയത്തില്ല. ഉം. പക്ഷെ എനിക്ക് കിട്ടുന്ന ഇത് മെസ്സേജുകളും ഒക്കെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴാണ് എന്ത് പറ്റി ഇതിനകത്ത് ഈശ്വര. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ തെറ്റ് ചെയ്തതിനകത്ത് ആ ബാധിക്കപ്പെട്ട കുട്ടി പറയുന്നു അങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഫോട്ടോ എടുത്തു എന്നിട്ട് എന്നെ അവർ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കുന്നു എന്ന് പറയുന്നത്. വേറൊരുത്തി പറയുന്നത് എന്നെ കൊണ്ട് ഏതാണ്ട് ഒരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കയറ്റാൻ നോക്കി, ഉം. അതുകൊണ്ട് ഞാൻ രാജിവെച്ച് പോയി എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് കിട്ടുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ സത്യമാണെങ്കിൽ ഉം. സത്യമാണെങ്കിൽ ഉം. അതാരെങ്കിലുമൊക്കെ ഇടപെട്ട് ഇതെല്ലാം ഒന്ന് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇത് മഹാബോറ. തീർച്ചയായും. നമുക്ക് ആഘോഷവും സ്പോൺസർഷിപ്പും മാത്രം പോരെ, സംഘടന നടന്നുകൂടെ പോണം നേരെ പോയി അല്ലേ? ഉം. അതിൻ്റെ കണക്ക് ഒന്നും പറയാത്ത എന്താ? ഓരോന്നിനും ചിലവായ പൈസ ഇപ്പം ജലബോഡി പറയും ഉം. എന്തിനാണ് ഇവിടെ നിന്ന് വയനാട്ടിൽ വരെ പോയിട്ട് വരാൻ. ഇപ്പം എനിക്കൊരു മെസ്സേജ് ഉണ്ട്, ചേച്ചി ഒന്നും പറയണ്ട ഇങ്ങനെയാണ് അങ്ങനെ. ഇതൊക്കെ സത്യമാണോ എന്നുള്ളത് ട്രഷറർ നോക്കണം. ഉം. ട്രഷറർ നല്ല പണി പിടിച്ച് വിദേശത്ത് പോയി ഉം. പിന്നെ ആര് നോക്കുക? അപ്പം ചിലപ്പോൾ അവിടെ ബാക്കിയുള്ളവർ നോക്കുമായിരിക്കും. അതെ. അമ്മ അപ്പം കമ്മിറ്റി. എനിക്കിതൊന്നും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് സിനിമ തരണ്ട. ഇനിയിപ്പം ഉം. നാളെ ഇനി ഇവര് കൂടെ അഭിനയിക്കുന്നില്ല എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞാൽ അതാണല്ലോ, ഉം. നിങ്ങൾ മിണ്ടിയാൽ ഞങ്ങളെ സിനിമയിൽ നിന്ന് കട്ട് ചെയ്യും. അങ്ങനെ എന്നോടൊരു തീരുമാനം വന്നാൽ എനിക്ക് ഒരു ദേഷ്യം ആരോടും ഇല്ല. ഇല്ല. എൻ്റെ പ്രായവും ഇത്രയൊക്കെയായി. പിന്നെ ഇതൊന്നും ഇല്ലെങ്കിലും വിളിക്കുന്ന ചില കമ്പനികളൊക്കെ ഉണ്ട്, അത്യാവശ്യം സീരിയൽ, അതൊക്കെ മതിയല്ലോ ഒരു പോക്കറ്റ് മണിക്ക്. എനിക്കിനി എന്തിനാണ് ഒരുപാട് പൈസ? ഞാൻ അതേ പറഞ്ഞു, അമിത മോഹങ്ങളില്ല, ആഗ്രഹിച്ചതൊക്കെ ഈശ്വരൻ എനിക്ക് തന്നിട്ടുണ്ട്. ഇത് മതി. ഓക്കെ. അപ്പൊ ഉടനെ സംഘടനയിലെ പ്രശ്നങ്ങളൊക്കെ തീർന്ന് എല്ലാം ശരിയായി വരട്ടെ. അയാളല്ല, അത് എനിക്ക് ശ്വേതയോടാണ് ഒരു പേഴ്സണൽ റിക്വസ്റ്റ്. ശ്വേത ഈസ് കേപ്പബിൾ ഓഫ് അത് അങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാൻ പറ്റുക. ഷീ ഷുഡ് സ്റ്റോപ്പ് അറ്റൻഡിങ് പാർട്ടീസും ആഘോഷങ്ങളും ഒക്കെ കുറച്ചിട്ട് അമ്മ ഓഫീസിന് ടൈമിംഗ് വെക്കുക. മേ ബി 9 to 5 അല്ലെങ്കിൽ 10 to 6. അത് കഴിഞ്ഞാൽ പൂട്ടിയിട്ടൊരു സെക്യൂരിറ്റി മതി അവിടെ. 12 മണിക്ക് അതുവഴി പോകുമ്പോഴും കയറി ഇരുന്ന് സംസാരിക്കാനുള്ളതല്ല അമ്മ ഓഫീസ്. ഇതൊക്കെ ഞങ്ങളൊക്കെ അറിയുന്നില്ലെന്നാണ് പലരുടെയും ധാരണ. നമുക്കറിയാം, പക്ഷേ ഞാൻ ആ കെട്ടിടത്തിൽ കയറിയിട്ടില്ലേ, അത് വേറെ കാര്യം. ഉം. പിന്നെ അളവിൽ കൂടുതൽ ക്യാമറ വെച്ചിട്ട് അവിടെ നിന്ന് മറ്റേ വേറെ ഏതാണ്ട് നടക്കുന്നുണ്ടോ? ഒന്നുമില്ലല്ലോ. എന്തിനാണോ ഇങ്ങനെ ക്യാമറ വാങ്ങിച്ച് കാശ് കളന്ന്? അവിടെ ക്യാമറ ഇവിടെ ക്യാമറ മറ്റിടത്ത് ക്യാമറ, അത് തന്നെ കുറേ കാശ്. ഓരോന്നിനും എഴുതിയെടുക്കുന്ന പൈസകളൊക്കെ വളരെ കൂടുതലാണെന്നുള്ള കംപ്ലൈൻറ്റ് ഒരു ഭാഗത്ത്. അത് നമുക്കറിയാൻ വയ്യ. ഉം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, അത് പ്രസിഡൻറ്റും സെക്രട്ടറിയും കൂടെ അതിൻ്റെ കണക്ക് പറഞ്ഞാൽ മതി. ഉം. പക്ഷേ അങ്ങനത്തെ ആരോപണങ്ങളൊന്നും ഇതിനു മുമ്പ് അധികം കേട്ടിട്ടില്ല. ഉം. അവിടെ കൂടുതലും കേട്ടിരിക്കുന്നത് നല്ല നല്ല സ്പോൺസർമാർ വരുന്നു, അതിൽ നിന്ന് മിച്ചം കിട്ടിയത് അമ്മയിൽ കിടപ്പുണ്ട്, അങ്ങനെ ചെയ്യണം. അല്ലാതെ കിട്ടുന്നത് ചിലവാക്കിയല്ല പഠിക്കേണ്ടത്. ഇപ്പം നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അങ്ങനെ നമുക്കിപ്പോൾ 1 ലക്ഷം രൂപ എവിടെന്നെങ്കിലും കിട്ടിയാൽ നമ്മൾ അതിനകത്ത് നിന്ന് ഒരു 25,000 എങ്കിലും മിച്ചം പിടിച്ച് ബാങ്കിൽ ഇട്ടാൽ തീർച്ചയായും. അതാണ് സേവിങ്സ് എന്ന് പറയുന്നത്. അതെ അതെ അതെ. അത് കൂടുതലാക്കാൻ നോക്കുക. അല്ലാതെ കുറച്ച് കൂടുതൽ ജാട കാണിച്ച് ഞാൻ ഏതാണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത്രയ്ക്കുള്ള പൊസിഷനൊന്നും അവർക്കാർക്കും ഇല്ല. അത് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇനിയിപ്പോൾ നാളെ പല വാഗ്ദാനങ്ങളും പലർക്കും ഉണ്ടാവാം. അതൊരു ഭാഗത്ത് നടന്നോട്ടെ, അവരായിക്കോട്ടെ, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ എത്രയോ പാവപ്പെട്ടവരെ സഹായിക്കുന്ന ഇങ്ങനത്തെ ഒരു നല്ല സംഘടന മരുന്ന് കൊടുക്കുന്നു, പെൻഷൻ കൊടുക്കുന്നു ഒക്കെ അതൊക്കെ മുടങ്ങാതെ ചെയ്യാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കുക. അല്ലാതെ നമ്മുടെ ആഘോഷവും നമ്മുടെ യാത്രാ ചെലവും നമുക്കാളാവാൻ വേണ്ടി ഡിന്നർ കൊടുക്കലും അതൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. തീർച്ചയായും. ഇനി നമുക്ക് അമ്മയുടെ ഒരു മെമ്മറീസിലേക്ക് പോവാം. ഓക്കെ. ഒരു മെമ്മറി ഇനിയുണ്ടോ? സെഗ്മെന്റ് ആണ്. ഒരു ലാസ്റ്റ് സെഗ്മെന്റ്. ഓക്കെ. ഓക്കെ. കുറച്ച് ഓർമ്മകൾ നമുക്ക് അയവിറക്കാം. ബാക്കിലോട്ട് പോവാം. ഓക്കെ. ഓർമ്മയിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന
ഓർക്കുന്ന ഒരു ഫേവറേറ്റ് അവാർഡ് മൊമെന്റ്, അമ്മയ്ക്ക് കിട്ടിയ ഒരു അവാർഡ്? തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയ അവാർഡ് സ്വപ്നാടനം. KG ജോർജ് സാർ സംവിധാനം ചെയ്ത് മികച്ച രണ്ടാമത്തെ, ഇന്നിപ്പോൾ സഹനടി എന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ പേര്, അന്ന് അങ്ങനെയല്ല, മികച്ച രണ്ടാമത്തെ നടി. അപ്പം ഞാനും ലളിത ചേച്ചിയും കൂടെ. ഓ ഓ ഓ, അതായിരുന്നു. സുകുവേട്ടൻ കൂടെയുള്ള ഒരു മറക്കാനാവാത്ത യാത്ര, നിങ്ങൾ ഒരുമിച്ച് പോയ? അത് മറക്കാനാവാത്ത കുറേ യാത്രകളുണ്ട്, എങ്കിലും മറക്കാനാവാത്ത യാത്ര എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ചിലപ്പം സുൽത്താൻ ബത്തേരി യാത്ര. അതായത് അന്ന് കുഞ്ഞുങ്ങളൊന്നും ആയിട്ടില്ല. ഓ സോറി, പീരുമേട് യാത്ര ആയിട്ടില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും വലിയ മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ തിരിച്ചിവിടെ വന്ന് വീട്ടിലെത്തി കഴിഞ്ഞ് ചില വയ്യായ്മകളൊക്കെ തുടങ്ങിയപ്പോൾ എൻ്റെ അമ്മ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് ഇന്ദ്രൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. ഓ അപ്പോൾ എപ്പോഴും ഞങ്ങൾ എല്ലാവരും കളിയാക്കും, പീരുമേട് ഇന്ദ്രൻ അവിടുത്തെ, അതാണ് ഇന്ദ്രൻ ഇപ്പൊ എപ്പോഴും കൂടെ കൂടെ വണ്ടിപ്പെരിയാറ് പീരുമേട് വാഗമണ്ണെന്ന് പറഞ്ഞു പോണത്. പോകുന്നത്. അതൊരു മെമ്മറിയാണ്. അത് ആ യാത്ര മറക്കത്തില്ല. കാരണം ആ യാത്രയിൽ എനിക്കറിയത്തില്ലായിരുന്നു ഛർദിലും ഒക്കെ ഉള്ളത്. ഈ ഇറക്കം ഇറങ്ങിയിട്ടാന്നൊക്കെ പറഞ്ഞാണ് ഞാനിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്ക് അന്നേരത്തേക്ക് ഒരു ഗുഡ് ന്യൂസ് കേട്ടു. ഓക്കെ. ലാലേട്ടന്റെ ചെറുപ്പകാലം വീട്ടിൽ വന്ന ഒരു മൊമെന്റ്, ലാലേട്ടൻ ചെറുപ്പത്തിൽ അയ്യോ തീർച്ചയായിട്ടും അയ്യോ കൊള്ളാം. ഞാനിപ്പോഴും ഇത് ലാലേട്ടൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ലാലേട്ടൻ ഇതൊന്നും പറയത്തില്ലെന്ന് എനിക്ക് നല്ല വിഷയം പറയാം. ഇപ്പം ഈ സിനിമാക്കാരൊക്കെ ഇരിക്കുമ്പോൾ തമാശന് വല്ലതൊക്കെ പറയാതെ പറഞ്ഞിരിക്കും. പക്ഷേ ലാലേട്ടൻ ഇല്ലെന്ന് പറയുന്നത് ഞങ്ങളുടെ ലാലുവിന് അറിയാം, ഞങ്ങളെയൊക്കെ അറിയാം. വളരെ കൊച്ചില്ല, ഇത്രയേ ഉള്ളൂ. ഇന്നിപ്പോൾ എൻ്റെ കൂടെ വീട്ടിൽ വരാമെങ്കിൽ ഞാൻ കാണിച്ച എൻ്റെ ചേട്ടൻ്റെ കല്യാണ ഫോട്ടോയിൽ ലാലു ഇരിക്കുന്ന ഒരു പഴം, ലാലു തന്നെ അത് കണ്ടിട്ടുണ്ടോ എന്തോ, ഒരു കൊച്ച് നിക്കറൊക്കെ ഇട്ട് ഇങ്ങനെ കയ്യൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഫോട്ടോ. അപ്പോൾ അത് ആ പ്രായം മുതലേ അറിയാം. അതുകൊണ്ടാണ് ലാലുവിന് എൻ്റെ ചേട്ടനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചേട്ടാ മണിച്ചേട്ടാ വലിയ ഇഷ്ടമാണ്. ചേട്ടനുമായിട്ടാണ് വലിയ അടുപ്പമാണ്. എപ്പോഴും അത് അമേരിക്കയിൽ പോയാലും പോയില്ലെങ്കിലും ഒക്കെ അവർ തമ്മിൽ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങളൊക്കെ ഇതെ കാണുമ്പോഴൊക്കെ എൻ്റെ ചേച്ചിമാരുടെ കാര്യമൊക്കെ ചോദിക്കും. അപ്പം ലാലു വീട്ടിൽ വരുമ്പോഴൊക്കെ എനിക്ക് ഓർമ്മയുള്ള ലാലുവിൻ്റെ ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നതാണ്, ഭയങ്കര കുസൃതിയായിരുന്നു ലാലു. ഒരിടത്ത് പിടിച്ചിരുത്താൻ ഈ അടക്കി, അത് ആൺകുട്ടിയല്ലേ, അങ്ങനൊന്നും ഇരിക്കത്തില്ല, മരം കയറ്റം. അപ്പം അച്ഛനും ലാലുവിൻ്റെ അച്ഛനുമായിട്ട് വലിയ അടുപ്പമായിരുന്നു, വിശ്വനാരിയേട്ടനായിട്ട്. അവർ തമ്മിൽ വൈകുന്നേരം ഒരു മണിക്കൂർ ഇരുന്ന് വർത്താനം പറയും, നടക്കാനൊക്കെ പോയിച്ചൊക്കെ, അങ്ങനെയൊക്കെ ഒരു വലിയ അടുപ്പമായിരുന്നു. പിന്നെ കുടുംബപരമായിട്ടും അതെ. ഓമല്ലൂരാണ് എൻ്റെ അമ്മൂമ്മയുടെ വീട്. പത്തനംതിട്ട ലാലുവിൻ്റെ അമ്മ മറ്റേ എന്തൊരു വിശ്വചേട്ടൻ്റെ വീട്. അപ്പം ഞങ്ങളങ്ങനെ കുടുംബപരമായിട്ടും വളരെ അടുപ്പമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കുസൃതി കൂടുമ്പോഴത്തേക്ക് അച്ഛന് പേടിയാണ്. എൻ്റെ അമ്മയും ഞങ്ങളെയൊക്കെ ഇവിടെ ആരെങ്കിലും ഒന്ന് നോക്ക്, കാരണം അച്ഛന് പേടി. വിശ്വനാഥേട്ടൻ വിളിക്കാൻ വരുമ്പോഴത്തേക്ക് മോൻ വല്ല താഴെ വല്ല വീട് കയ്യോ കാലോ ഒക്കെ ഓടിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുസൃതിയാണ് ലാലേട്ടന്റെ മെയിൻ ഓർമ്മ അല്ലേ? കുസൃതി കുടുക്കയായിരുന്നു. സ്വന്തം മരുമക്കളെ കുറിച്ച് ഓർത്ത് ഭയങ്കരമായി അഭിമാനം തോന്നിയ ഒരു നിമിഷം, പ്രൗഡ് മൊമെന്റ്? രണ്ടുപേരെ കുറിച്ച് ഒരു മൊമെന്റ് പറഞ്ഞാൽ മതി, രണ്ടുപേരെ കുറിച്ചും. അല്ല, രണ്ടുപേരെ കുറിച്ച് എനിക്ക് അഭിമാനമേ ഉള്ളൂ. എന്നെ ശല്യം എല്ലാത്തിനും ഒരു കാര്യത്തിന് ഇടപെടിക്കാതെ അവരവരുടെ കാര്യം നോക്കാൻ പ്രാപ്തരായില്ലേ, അത് മതിയല്ലോ. അവർ രണ്ടുപേരും നോക്കിക്കോളും. മക്കളെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ആ സാമ്രാജ്യം അവർ കൊണ്ടുപോകണം. അതിൽ ഭയങ്കര അഭിമാനമുണ്ട്. ഓക്കെ. മറക്കാനാവാത്ത അമ്മയ്ക്ക് കിട്ടിയ ഒരു പ്രതിഫലം? പൈസ. എന്തെങ്കിലും ആദ്യത്തെ പടം ഉത്തരായനം, പിന്നെ രണ്ടാമത്തെ ഹമീദ് അകശ്ശേരിയുടെ കാർത്തിക വിളക്ക് എന്ന് പറഞ്ഞ പുരുഷൻ ആലപ്പുഴ എടുത്ത പടം. അത് മറക്കാനാവാത്ത എന്താണെന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി. കയ്യിലൊക്കെ ഉണ്ടായിരുന്ന കുറച്ച് സ്വർണ്ണമൊക്കെ പണയമൊക്കെ വെച്ചാണ് അവിടെ ചെല്ലുന്നത്. അപ്പം പൈസ വേണം കയ്യിൽ. അപ്പോൾ ഉത്തരായനം കഴിഞ്ഞ് തിക്കൊടിയൻ സാറും പട്ടത്തുള്ള കണാൻ സാറും കൂടെ ഒരു 500 രൂപ. അപ്പം അന്ന് 500 എന്ന് പറഞ്ഞാൽ ഇന്ന് 5 ലക്ഷം വരും കേട്ടോ. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ കാർത്തിക വിളക്ക് അഭിനയിച്ചപ്പോഴത്തേക്കും ആദ്യം 500 തന്നു. പിന്നെ ഞാൻ തന്നെ ഡബ് ചെയ്യാഞ്ഞപ്പോൾ ഒരു 500 കൂടെ തന്നു, 1000 രൂപ. ഈ 2 റെമ്യൂണറേഷൻ കിട്ടിയപ്പം ലോട്ടറി അടിച്ചതുപോലെ ആയിരുന്നു. അത് മറക്കാനേ ഒക്കത്തില്ല. കാരണം അന്ന് 500 രൂപ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു 15 ദിവസം, കാരണം അത് 2 രൂപ 3 രൂപയൊക്കെ ഉള്ളൂ അരിക്കൊക്കെ വില. അപ്പം അങ്ങനെ ഉള്ളൊരു കാലഘട്ടത്താണ് അത് കിട്ടുന്നത്. ആ രണ്ടും മറക്കത്തില്ല. ഇതാണ് അമ്മയുടെ മെമ്മറീസ് എന്ന് പറയണത് അല്ലേ? അപ്പോൾ ഒത്തിരി സന്തോഷം അമ്മയോട് സംസാരിക്കാൻ പറ്റിയാൽ. കുറേ കാര്യങ്ങളെ പറ്റി എനിക്കിവിടെ ഇരുന്ന് അറിവ് കിട്ടി. എനിക്ക് അറിയില്ലാത്ത ഒത്തിരി കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ ഇന്റർവ്യൂ ദൈവമേ ഇതൊക്കെ കേൾക്കേണ്ടി വരും. ഒന്നും കേൾക്കേണ്ട വരില്ല അല്ലെ? അമ്മ സംസാരിച്ചതെല്ലാം എനിക്ക് വളരെ അത് എന്താ പറയുക നിലപാടുകൾ. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചാൽ എനിക്കിങ്ങനെ അവർക്ക് എന്ത് തോന്നും, ഇവർക്ക് എന്ത് തോന്നും, അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ. ഞാനിപ്പോൾ പറഞ്ഞ മറക്കാനാവാത്തൊരു സംഭവത്തിൽ ഒരു കാര്യം കൊണ്ട് എനിക്ക് മമ്മൂട്ടിയുടെ പടത്തിൽ അഭിനയിക്കാൻ പറ്റിയില്ല. എനിക്ക് അന്ന് ഈ കാലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അയ്യോ. അപ്പോൾ ആ പടത്തിനകത്ത് എനിക്ക് അഭിനയിക്കാൻ എന്നെ വിളിച്ചിട്ട് എനിക്ക് മറക്കാനാവാത്തൊരു സംഭവം, എനിക്ക് തന്ന അഡ്വാൻസ് ഞാൻ തിരിച്ചു കൊടുക്കാൻ നോക്കിയിട്ട് മമ്മൂട്ടി അത് വാങ്ങിയില്ല. അയ്യോ.
ഞാൻ പറഞ്ഞു അയ്യോ അത് ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത് പറഞ്ഞാൽ എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളറെയും എല്ലാവരെയും വിളിച്ചപ്പോൾ ഞങ്ങളെ വെറുതെ ചീത്ത കേൾപ്പിക്കരുത്, ചേച്ചി അവിടെ വെച്ചോ എപ്പോഴെങ്കിലും അഭിനയിക്കുന്നത്. അപ്പം ഞാൻ എപ്പോഴും പറയും എനിക്ക് മിസ്സായി എൻ്റെ സിനിമാ ക്യാരക്ടറിലെന്ന് തോന്നുന്ന ഏക സംഭവം ആ ക്യാരക്ടർ ചെയ്യാൻ സമയത്ത് എനിക്ക് വയ്യാതെ കടന്നു പോയി എന്നുള്ളതാണ്. അല്ലാതെ അതൊരു മറക്കാനാവാത്ത വിഷമം അതാണ്. അപ്പം അമ്മയുടെ നിലപാടുകളായാലും ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ വരാനുണ്ട് നമ്മളെ പ്രേക്ഷകർക്ക് അല്ലാതെ വേണ്ടി. തീർച്ചയായിട്ടും അത് ഞാൻ എത്രയും വേഗം അതിലേക്ക് കടക്കും. അതെ അതെ, കടക്കാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. അതിപ്പോ ഈ സിനിമയുമായിട്ടൊന്നും വലിയ ബന്ധം ഇല്ല കാണില്ല. ഇല്ല ഇല്ല. ഒരു പാലം പക്ഷെ ഇട്ട് കൊടുക്കുക. നമ്മളെ നാട്ടിലെ ആൾക്കാർക്ക് കോമൺ വേണ്ടി. മാനും ഈ അവർക്ക് സ്വയം ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾക്ക് ഒരു ഹെൽപ്പറായിട്ട് നിൽക്കുന്നത്. അപ്പൊ താങ്ക് യു സോ മച്ച് അമ്മ ഫോർ Thank you കമ്മിങ്. very much. താങ്ക് യു.